വഖഫ് നിയമ ഭേദഗതി ലോക്സഭയിൽ 520 MP-മാർ പങ്കെടുത്തവരിൽ 532-നെതിരെ 588 വോട്ടുകൾക്ക് പാസ്സായി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് ലോക്സഭയെ നമ്മൾ അഭിനന്ദിക്കുന്നു. മുനമ്പം ജനത കഴിഞ്ഞ 172 ദിവസങ്ങളായി നീതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സമരത്തിൻ്റെ വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മുനമ്പം ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനും സഭ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന പൗരൻ്റെ സ്വത്തിൻ്റെ മേലുള്ള അവകാശത്തിന് നൽകുന്ന ആ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് വേണം ഒരു മതനിയമം എന്ന് തന്നെ പറയേണ്ടി വരുന്ന വഖഫിൻ്റെ ചില നിയമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഭേദഗതി ചെയ്തു എന്നത് വഴിയായി ലോക്സഭയിൽ മാത്രമേ അതിൻ്റെ ഭേദഗതി പാസ്സായി വന്നിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് അത് രാജ്യസഭയിൽ സമർപ്പിക്കപ്പെടും, അവതരിപ്പിക്കും. അതിനുശേഷം രാജ്യസഭയും കൂടെ കടന്നാൽ അത് നിയമമായി മാറും. തീർച്ചയായും അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി നമ്മൾ അനുകൂലിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്ന് കരുതി ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത്. കാരണം സഭ എന്നും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ തുടർന്നും സ്വീകരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു എന്നാണ് നമ്മളിതിനെക്കുറിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച മിക്കവാറും എല്ലാ MP-മാരും തന്നെയും മുനമ്പം ജനതയുടെ ബുദ്ധിമുട്ടിനെ കാണണമെന്നും അതിനെ അവഗണിക്കാൻ പാടില്ലെന്നും ആ ജനതയ്ക്ക് വേണ്ട റവന്യൂ അവകാശങ്ങൾ അനുവദിച്ച് നൽകണമെന്നും തന്നെയാണ് ആവശ്യപ്പെട്ടത്. ആ ചർച്ചയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളെ കൃത്യതയോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നൽകേണ്ടുന്ന അവകാശത്തിൽ കൃത്യതയോടുകൂടി ഒരു നിലപാടെടുത്ത് മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായി സാധിക്കുക.